വെൽക്കം ടു ലേൺ വിത്ത് റീന മിസ്. നമ്മൾ അടുത്ത ക്വസ്റ്റൻ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം സന്ദീപിന്റെയും തോമസിന്റെയും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്ന മണി മാത്താണ് എടുക്കുന്ന അറിയാത്തവരില്ലല്ലോ. നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് മിസ് ചെയ്യുന്നത് കേട്ടോ. ഏതാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 5% got for a certain amount after 2 years is 200 rupees. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് നമുക്ക് അറിയില്ല. നമ്മൾക്ക് എന്താ തന്നിട്ടുള്ളത്? ഇൻട്രസ്റ്റ് ആണ് 200 rupees. എത്ര തന്നിട്ടുള്ളത്? ഇൻട്രസ്റ്റ് 200 rupees ആണ്. 5% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. എത്രയാണ്? 5%. എത്ര വർഷത്തേക്ക്? 2 years. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 2 years. 2 വർഷത്തേക്ക്. പി അറിയോ? പി അറിയില്ല. പി നമുക്ക് അറിയില്ല. പി നമുക്ക് തന്നിട്ടില്ല. എന്തൊക്കെയാ തന്നിട്ടുള്ളത്? എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ മുഴുവൻ മിസ് വായിക്കുക അല്ലെ. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 5% got for a certain amount after 2 years is 200 rupees. ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് 5% ഇൻട്രസ്റ്റില് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടി? 200 rupees കിട്ടി. 200 രൂപ കിട്ടി. പി അറിയില്ല. എത്ര രൂപയാണ് ബാങ്കിൽ ഇട്ടത് നമുക്ക് അറിയില്ല. ഇഫ് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി, ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. 2 വർഷത്തേക്ക് ഇട്ടാൽ 2 വർഷം കഴിഞ്ഞേ പലിശ കണക്കാക്കൂ. പറഞ്ഞിരിക്കുന്നത് ഇതേ എമൗണ്ട് അറിയില്ല കേട്ടോ. അതേ എമൗണ്ട് നമ്മൾ എങ്ങനെയാണ് ഇടുന്നത്? കോമ്പൗണ്ടഡ് ആനുവലി, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്കിൽ വാട്ട് വുഡ് ബി ദ ഇൻട്രസ്റ്റ്? ഈ 200 തന്നെ ആയിരിക്കോ അത് വേറെ എന്തെങ്കിലും ആയിരിക്കോ? ഇൻട്രസ്റ്റ് ഫോർ ദ സെയിം എമൗണ്ട് സെയിം ആണ്. അതിന്റെ സെയിം റേറ്റും സെയിം ആണ്. ആഫ്റ്റർ 2 years ഇയേഴ്സും സെയിം ആണ്. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റൻ എന്താണ്? ഫസ്റ്റ് സെന്റൻസ് എന്താണ്? ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട്, പി. അത് അറിയില്ല. ഈ പി നമ്മൾ ബാങ്കിൽ 2 വർഷത്തേക്ക് ഇട്ടു. എത്ര ഇൻട്രസ്റ്റില്? 5% ഇൻട്രസ്റ്റ്. അപ്പോ എത്രയാണ് ഇൻട്രസ്റ്റ് കിട്ടിയത്? 200 rupees. അപ്പൊ നമ്മൾ ആദ്യം നമുക്കൊരു ഇക്വേഷൻ അറിയാലോ, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ അറിയാലോ. I is equal to PNR. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പി കണ്ടുപിടിക്കണം. പി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണണം. മനസ്സിലായോ? അപ്പൊ ഐ എന്ന് പറഞ്ഞ് നമുക്ക് തന്ന പി അല്ലേ നമുക്ക് അറിയേണ്ടത്. പി മാത്രം നിന്നോട്ടെ, ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഐ ഇവിടെ ഉള്ളതാണ്. എന്നും ആറും ഇവിടെ മുകളിലല്ലേ ഉള്ളത്. അപ്പൊ ഇത് ഇവിടെ എത്തുമ്പോൾ എന്താവും? ബൈ എൻ ആർ. മുമ്പ് പഠിച്ചാണ് ഇക്വേഷനുള്ള ചാർട്ട് അല്ലെ. ഇവിടെ ഇൻറ്റു എന്നുള്ളത് ഇപ്പുറത്തെ ഈക്വൽ ടുന്റെ അപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ, ഇത് പി എൻ ആർ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു എൻ ഇൻറ്റു ആർ എന്നല്ലേ. അപ്പൊ എന്നും ആറും ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ എൻ ഡിവൈഡഡ് ബൈ ആർ. രണ്ടും താഴെ. അപ്പൊ നമ്മൾ പി കാണാൻ എന്താ ചെയ്യേണ്ടത്? ഐ ബൈ എൻ ആർ ആണ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഐ P is equal to I 200 by N 2 into R 5 by 100. മനസ്സിലായോ? 5 by 100. അപ്പൊ ഈ 2 നമുക്ക് കട്ട് ചെയ്യാം അല്ലെ. അപ്പൊ 100 by 5 by 100 എന്താ ചെയ്യുക? നമ്മള് ഒരു ഫ്രാക്ഷൻ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. എന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാവർക്കും അറിയുന്നല്ലേ. നേരെ തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലാതെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 100 ഓക്കെ 100. അപ്പൊ ബൈ എന്നുള്ളത് എന്തായിട്ട് മാറും? ഇൻറ്റു എന്നാവും അല്ലെ. എന്നിട്ട് 5 by 100 നേരെ തല തിരിച്ചിടുക. അങ്ങനെയാണ് നമ്മളൊരു ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ്. ഫ്രാക്ഷൻ കൊണ്ട് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 100 by 5 വരും. യെസ്, 100 by 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 അല്ലെ. 20 into 100 നമുക്ക് എത്ര കിട്ടിയത്? 2000. പി എത്ര കിട്ടി നമുക്ക്? 2000 rupees എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പൊ പി എന്താണ്? പി നമുക്ക് കിട്ടി 2000 rupees. സംശയം ഉണ്ടാക്കെങ്കിലും ഇനി പി എങ്ങനെയാ കിട്ടിയെന്നുള്ള പി കാണാൻ എന്താ ചെയ്യുന്നത്? ഐ ബൈ എൻ ആർ. ഇതാണ് ഇക്വേഷൻ. I 200 ആണ്. Number of years 2,
റേറ്റ് 5/100. ഈ 2 കൂടെ അത് കട്ട് ചെയ്ത് പോയാൽ ബാക്കി എത്ര ഇവിടെ ഉള്ളത്? 100. 200 2 ഡിവൈഡ് ചെയ്താൽ 100 ഇവിടെ ബാക്കി ഉണ്ടാവും അല്ലെ? 100/5/100. നമുക്കൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ ആക്കണം. മൾട്ടിപ്ലിക്കേഷൻ ആക്കി കഴിഞ്ഞാൽ 5/100 നേരെ തല തിരിച്ചില്ല 100/5. 5ഉം 100 കട്ട് ചെയ്താൽ 10 5 2 പ്രാവശ്യം അല്ലെ? 10 5 2 times. then ഈ 0 കേൾക്കാം. 0 മറന്നു പോകരുത്. ചില ആൾക്കാർ അത് മറന്നു പോകരുത്. ഈ 0യിൽ 5 ഇല്ലല്ലോ, അത് 0 times 20. then 100 into 20 2000 ആണ് നമ്മുടെ പി. കഴിഞ്ഞിട്ടില്ലേ ക്വസ്റ്റ്യൻ? നമ്മളോട് പറഞ്ഞെന്താണ്? ഇതേ എമൗണ്ടിന്, മനസ്സിലായോ? ഇതേ എമൗണ്ടിന് എന്ത് ചെയ്യണം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണണം. കോമ്പൗണ്ട് ആയിട്ട് നമ്മൾ ബാങ്കിൽ ഇടുകയാണെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇക്വേഷൻ നമുക്കറിയാം. A is equal to P into 1 plus R/100 raised to n. എത്രയാണ്? P എന്ന് പറഞ്ഞാല് P 2000 into 1 plus R നമുക്കറിയാം അല്ലെ? 5/100 raised to n. നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 2 ആണ്. ഇനി ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? 1 കണ്ടാൽ എന്ത് ചെയ്യണം പറഞ്ഞിട്ടുള്ളത്? 100/100 എന്ന് എഴുതണം. പ്ലസ് 5/100 raised to 2 അല്ലെ? അപ്പൊ 2000 into എന്താ വരിക? 100ഉം 5ഉം 100 plus 5 105 by 100 raised to 2. രണ്ടിനും ചേർത്ത് വേണം 2 ഇടാൻ. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? 2000 into 105 into 105. 2 പ്രാവശ്യം വേണ്ടേ? 105 into 100. ഇതൊക്കെ നിങ്ങൾ നോട്ട് ബുക്കിൽ വൃത്തിയായിട്ട് എഴുതി വെക്കണം, പഠിക്കണം കേട്ടോ. അല്ലാതെ വെറുതെ അല്ല. മിസ് നേരമില്ലാതെ പോലും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇടുന്നത് നിങ്ങൾ പഠിക്കാനാണ്. മനസ്സിലായിണ്ടോ? by 100 into 100. ഓക്കെ. അപ്പൊ നമുക്ക് ഈ 2 0 കട്ട് ചെയ്യാം. ഈ 2 0 കട്ട് ചെയ്യാം. ഈ ഒരു 0 ഈ ഒരു 0. ഈ 10 ഇവിടെ നോട്ടെ. കാരണം ലാസ്റ്റ് നമുക്ക് ഒരു ഡിജിറ്റ് നീക്കി അങ്ങ് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അല്ലാതെ 10 കൊണ്ട് ഇനി വെട്ടാൻ നിൽക്കണ്ട. വെട്ടിയത് ഫുൾ ആയിട്ട് പോവില്ല. ബാക്കി എന്തൊക്കെയുണ്ട്? 2 into 105 into 105 by 10. ഇതാണ് ബാക്കിയുള്ളത്. 2 into 105 into 105 by 10 അല്ലെ? ഇനി 105 into 105 എത്രയാണ്? 5 5s are 25. 155 then 0 0 0 1 5s are 5 0 1 5 2 0 1 1 1 1 0 2 5 അല്ലേ? അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. ശരിയാണ്. ഇതിനവിടെ ഇൻറ്റു 2 ഉണ്ട് അല്ലേ? ഒരു 2 കൂടി ഇൻറ്റു ചെയ്യാനുണ്ട്. 2 5 2s are 10 5 0 2 2 ശരിയായിരിക്കും. 2 2 0 5. അപ്പൊ എത്ര കിട്ടിയത്? 2 ഇവിടെ ആൻസർ എഴുതാം. 22050 by 10. ഒരു 10 ഉണ്ട് അല്ലേ അവിടെ? 10 മറന്നു പോകരുത്. ഒരു 10 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കട്ട് ചെയ്യാൻ വേണമെങ്കിൽ അല്ലെ? ഈ 0യും ഈ 0യും ഇവിടെ കട്ട് ചെയ്ത് പോയാൽ നമുക്ക് എത്ര കിട്ടി? 2205. ഇതെന്താണ്? അത് ഇൻട്രസ്റ്റ് അല്ല, എമൗണ്ട് ആണ്. അതായത് 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടുമെന്നുള്ളതാണ്. 2000 ബാങ്കിൽ ഇട്ടാൽ after 2 years he will got 2205 rupees അല്ലെ? 2205 രൂപ അദ്ദേഹത്തിന് കിട്ടും. മനസ്സിലായോ? ആദ്യം എത്ര കിട്ടിയത്? നമ്മൾ നേരത്തെ ചെയ്തപ്പോ കിട്ടിയത് 2200 rupees ആണ് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് കിട്ടിയത് അല്ലെ? ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് വുഡ് ബി ദ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് കാണാൻ ഇത് എമൗണ്ട് അല്ല. അദ്ദേഹം എത്ര രൂപ ബാങ്കിൽ ഇട്ടത്? 2000 rupees ആണ്. ഇട്ട കാശ് കിട്ടുന്നത് 2205. ഇൻട്രസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ എമൗണ്ടിൽ നിന്നും അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ പൈസ അല്ലേ? 2000 അദ്ദേഹത്തിന്റെ കാശല്ലേ? 205 ആണ് നമുക്ക് ആൻസർ. ഇത് ആര് കൊടുക്കുന്നതാണ്? ഇത് ബാങ്ക് കൊടുക്കുന്ന പൈസയാണ്. അതാണ് ഇൻട്രസ്റ്റ്. മനസ്സിലായോ? അപ്പൊ കോമ്പൗണ്ടഡ് ആയിട്ട് ഇട്ടപ്പോ 205 rupees ആണ് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത്. മനസ്സിലായോ? എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്? അപ്പൊ ആദ്യം നമ്മൾ പി കണ്ടുപിടിച്ചു. ആ പി വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിക്കും ഇത് ചെയ്യേണ്ടത് മിസ് പറഞ്ഞല്ലോ അല്ലെ? ഇത് ചെയ്യേണ്ടത് സ്റ്റെപ്പ് ആയിട്ടാണ്. പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല.
കാരണം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, നമുക്കത് പഠിക്കേണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് മിസ് ഇതൊക്കെ എന്ത് വെച്ചാൽ ചെയ്തിരിക്കുന്ന ഇക്വേഷൻ വെച്ചാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് സ്റ്റെപ്പ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ആദ്യത്തെ വർഷത്തെ കാണുക, അതിനോടുകൂടി രണ്ടാമത്തെ വർഷത്തെ കാണുക വേറെ, പിന്നെ മൂന്നാമത്തെ വർഷത്തെ കാണുക, അങ്ങനെ സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. മിസ്സാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഇപ്പൊ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത്. ഞാൻ അങ്ങനെ അഥവാ വേണമെങ്കിൽ മിസ്സേ ഞങ്ങൾക്ക് അങ്ങനെയാണ് എടുത്തത് സ്കൂളിൽ, അങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. നോ പ്രോബ്ലം. അപ്പൊ നമുക്ക് അടുത്തെല്ലാം ഇട്ട് പോയാലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 102 കേട്ടോ, 102ാമത്തെ പേജിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അനസ് ഡെപ്പോസിറ്റഡ് 20,000 rupees ഇൻ എ ബാങ്ക്. അനസ് എത്ര രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്? 20,000 rupees, വിച്ച് പേസ് 6% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി. 6%, 6% ആണ് ഇൻട്രസ്റ്റ്, കോമ്പൗണ്ടഡ് ആനുവലി. സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 3 years? 3 വർഷം കഴിയുമ്പോൾ അനസിന് എത്ര രൂപ കിട്ടും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? അനസ് ഡെപ്പോസിറ്റഡ് 20,000 rupees. അപ്പൊ പി എത്രയാണ്? പി ഇസ് ഈക്വൽ ടു 20,000. 0 ഒക്കെ ശരിക്കും ഇടണം കേട്ടോ, കറക്റ്റ് ആയിട്ട് ഇടണം, മാറിപ്പോകരുത്. rupees which pays 6% interest. Then rate of interest എന്ന് പറയുന്നത് 6% ആണ്. കോമ്പൗണ്ടഡ് ആനുവലി അവിടെ അങ്ങനെ വരച്ചു വെക്കണം. കോമ്പൗണ്ടഡ് ആനുവലി വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ ആ വേർഡ് വേണം. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 3 years? നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 3 years ആണ്. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? കോമ്പൗണ്ടഡ് ആനുവലി. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. ആനുവലി കോമ്പൗണ്ട് ചെയ്യും അവിടെ, ഒരു വർഷം, അടുത്ത വർഷം, അടുത്ത വർഷം, അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു n. ഓക്കെ, ഈ പി എത്രയാണ്? 20,000 ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100, 6/100 റേസ് ടു 3. വളരെ എളുപ്പമാണ്, ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ആ വാല്യൂ കൊടുക്കുക. മനസ്സിലായോ? അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം എന്നാണ് മിസ് പഠിപ്പിച്ചിട്ടുള്ളത്? പറയോ. പണ്ടിന് എന്ത് ചെയ്യണം? 100/100 അല്ലെ. ചില ആൾക്കാരെ എനിക്കെല്ലാം അറിയാന്നൊക്കെ പറഞ്ഞ് ചാടി കയറി എഴുതും. അങ്ങനെ ചെയ്യണ്ട, സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്തു പോവാ കേട്ടോ. അപ്പൊ തെറ്റിയെ നമുക്ക് മുന്നോട്ട് നോക്കിയവേ മനസ്സിലാവും. അതാണ് കാരണം. ചിലർക്ക് വലിയ അറിവാണ്, എന്നിട്ട് അവസാനം കൊണ്ടുപോയി തെറ്റിക്കും. 106 അല്ലെ ബൈ 100 റേസ് ടു 3. ഇവിടെ ശ്രദ്ധിക്കണം, 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് 20,000 into 106 into 106 into 106 by 100 3 times എഴുതണം അല്ലെ. 100 into 100 into 100. ഓക്കെ, അപ്പോ 2 0 കട്ട് ചെയ്തു. ഈ 2 0 ഈ 2 0 കട്ട് ചെയ്തു. അപ്പൊ എല്ലാ 0 പോയി. എന്താ ഉള്ളത്? 2 into 106 into 106 into 106 by 100. മിസ് ഒരു കാര്യം ചെയ്യാം. 106 into 106 എത്രയാണ്? എല്ലാം ഇപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കുറച്ച് പ്രയാസം. മിസ് കാൽക്കുലേറ്റർ ചെയ്താലോ? വൺ 106 into 106 എത്ര കിട്ടാന്നറിയോ? നിങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ, നിങ്ങൾ ചെയ്യരുത്, ഞാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ 106 into 106 നമുക്ക് കിട്ടുക 11236 എന്നാണ്. അത് ഇൻറ്റു ഒരു 106 കൂടി, അത് ഇൻറ്റു 2 കേട്ടോ. കുറച്ച് വലുതാണ്. ഇത് കിട്ടുക 2382032 by 100. കുറച്ച് 2382032. ഞാൻ കാൽക്കുലേറ്ററാണ് ചെയ്തത്. 2 കാരണം എനിക്ക് ചെയ്യാൻ മടിയൊന്നുമില്ല. ഒന്നാമതൊരു സ്ഥലം തികയില്ല ചെയ്തുണ്ടാക്കാനായിട്ട്, അതുകൊണ്ടാണ് ഒന്നാമത് ദിവസം ചെയ്യാതിരുന്നത്.
ഇനി എന്ത് ചെയ്യണം? 2 ഡിജിറ്റ് നീക്കി അങ്ങ് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര കിട്ടും? 23820 അല്ലെ? 0.32. 2 0 ഉള്ള 100 ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 2 ഡിജിറ്റ് നീക്കി അങ്ങ് പോയിന്റ് ഇട്ടാൽ മതി. ഇതിൽ 50 പൈസയിൽ കുറവാണെങ്കിൽ നമുക്ക് ശരിക്കും എമൗണ്ട് അങ്ങ് ഒഴിവാക്കാം, ആവശ്യമില്ല കേട്ടോ. അപ്പൊ എത്ര കിട്ടുക? 23,820. എത്ര രൂപ കിട്ടും? 23,820 ആണ് അനസിന് കിട്ടുക. ഓക്കെ, നമുക്ക് നോക്കാം ശരിയാണോ നോക്കട്ടെ കേട്ടോ. 23,820 rupees. നോക്കണം നിങ്ങളെ ശരിയാണെന്നുള്ളത്. മൾട്ടിപ്ലിക്കേഷൻ ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വരും, ചെയ്ത് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോയാൽ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദിയ ഡെപ്പോസിറ്റഡ് 8,000 rupees ഇൻ എ ബാങ്ക്. ദിയ എത്ര രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്? 8,000 rupees ഇൻ എ ബാങ്ക് വിച്ച് ഗീവ്സ് 10% ഇൻട്രസ്റ്റ്. എത്രയാണ് അവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? 10% ആണ്. ഇനി അടുത്ത എന്താണ്? കോമ്പൗണ്ടഡ് ആനുവലി. അതും അങ്ങനെ തന്നെയാണ്, കോമ്പൗണ്ടഡ് ആനുവലി. Compounded annually. After 2 years, she withdrew 5,000 rupees. 2 വർഷം കഴിഞ്ഞിട്ട് ഒരു 5,000 പിൻവലിച്ചു. After 1 more year, how much would she have in her account? ഒരു വർഷം കൂടെ കഴിയുമ്പോൾ എത്ര രൂപ അക്കൗണ്ടിൽ ഉണ്ടാവും എന്നാണ് ചോദ്യം. ഒരു വർഷത്തേക്ക് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് സാധാരണ സിമ്പിൾ ഇൻട്രസ്റ്റ് പോലെ തന്നെ ചെയ്താൽ മതി. പക്ഷെ ആദ്യത്തെ ചെയ്യാൻ പാടില്ല. നോക്കൂ, ദിയ ഡെപ്പോസിറ്റഡ് 8,000 rupees in a bank which give rate of interest 10%. After 2 years, എന്താ കാണുന്നത്? 2 വർഷം കഴിയുമ്പോൾ 5,000 rupees ദിയ പിൻവലിച്ചു. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ ദിയ ബാങ്ക് പോയല്ലോ അല്ലെ? അപ്പൊ നമുക്ക് 2 വർഷം കഴിയുമ്പോൾ അവിടെ എത്ര രൂപ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം അല്ലെ? കോമ്പൗണ്ടഡ് ആനുവലി തന്നെയാണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ P × 1 + R/100 raised to n അല്ലെ? നോക്കൂ, P 8,000 × 1 + 10/100 raised to 2. സംശയമൊന്നുമില്ലല്ലോ ആർക്കും, വളരെ എളുപ്പമല്ലേ? ഇതിലാണ് കൊടുക്കാൻ വേണ്ടുള്ളൂ. Then 8,000 × 100/100 + 10/100 raised to 2. Okay, so 8,000 × 100 + 10, 110. 110/100 raised to 2. ഇവിടെ എന്താ എഴുതണ്ടേ? 8,000 × equal to ആണ് into 110 × 110/100 × 100. ഈ 0 പോയി, ഈ 0 പോയി, ഈ 0 പോയി അല്ലെ? then ഇവിടെ ഒരു 0 കൂടെ ഇതും കൂടെ കട്ട് ചെയ്യും അല്ലെ? 11 × 11 എത്ര? 11 സ്ക്വയർ എത്രയാണ്? 121. സംശയം ഉണ്ടോ? 11 × 11 121. ആർക്കെങ്കിലും അറിയാത്തണ്ടോ? 11 സ്ക്വയർ 121 ആണ്. then 121ന്റെ കൂടെ നമുക്കൊരു 8 ഇൻറ്റു ചെയ്യാണ്ട്. 121 × 8 8 16 9 968 അല്ലെ? ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ അതായത് 8 × 11 × 11 എത്ര കിട്ടുക? 968. അതിന്റെ കൂടെ ഒരു 0 ഉണ്ട് കേട്ടോ, മറന്നു പോകരുത്. ഒരു 0 കൂടെ ചെയ്തു. അപ്പൊ എത്ര ഉണ്ട്? 9,680 rupees ഉണ്ട് 2 വർഷം കഴിഞ്ഞപ്പോ. ഇനി എത്രയാണ് ദിയ വിത്ഡ്രോ ചെയ്തത്? വിത്ഡ്രോ എത്രയാണ്? വിത്ഡ്രോവൽ എമൗണ്ട് 5,000 rupees ആണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് 2 വർഷം കഴിയുമ്പോഴത്തെ ബാലൻസ് എത്ര ഉണ്ടാവും? 9680 ആണ് അവിടെ ഉള്ളത്. അതിൽ നിന്നും ഈ 5,000 മൈനസ് ചെയ്യണം അല്ലെ? 96,080 rupees അവിടെ ബാങ്കിൽ ഉണ്ട്. അതിൽ നിന്നും 5,000 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 4,680. കഴിഞ്ഞിട്ടില്ല, ഈ ബാങ്കിൽ നിന്ന് അപ്പൊ പോന്നു. ആ പൈസ അവിടെ തന്നെ ഉണ്ട്. ആഫ്റ്റർ 1 more year, ഒരു വർഷം ഈ കാശ് അവിടെ തന്നെ കിടന്നു. അപ്പോ എത്ര രൂപ കിട്ടും? ഒരു വർഷം കഴിഞ്ഞാണ് ദിയ ഈ കാശ് പിൻവലിക്കാൻ പോയത്. അപ്പൊ എത്ര രൂപ കിട്ടും എന്ന് അറിയാൻ നമ്മൾ ഇനി നമ്മളെ ഒരു വർഷമല്ലേ, ഒരു വർഷം ആവുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെന്നില്ല.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, എന്നിന് 1 കൊടുത്താൽ മതി. മനസ്സിലായി? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ ഐ കാണുന്ന ഇക്വേഷൻ ഇല്ലേ, I = PNR, അത് വെച്ചിട്ട് ചെയ്താലും ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുക. അപ്പൊ P എന്ന് പറയുന്നത് 4680. നമ്പർ ഓഫ് ഇയേഴ്സ് 1 അല്ലേ, 1 വർഷം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10%. ശരിയല്ലേ? 10% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോ ഈ 0 ഇത് വെട്ടിപ്പോവും, ഇതും വെട്ടിപ്പോവും. എത്ര കിട്ടുക? 468. എന്താണ്? 4680 റുപ്പീസിന് ഒരു വർഷത്തേക്ക് ദിയക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ആഫ്റ്റർ 3 ഇയേഴ്സ് എത്ര രൂപ ഉണ്ടാവും? ആഫ്റ്റർ 3 ഇയേഴ്സ് ദിയ അവിടെ ചെന്നപ്പോ ഇതല്ലേ ഉള്ളത് അല്ലെ, 4680 ആണ് അവിടെ ഉള്ള ആദ്യമുള്ള എമൗണ്ട്. അതിന്റെ കൂടെ എന്ത് കൂടെ ആഡ് ചെയ്യണം? 468 ആഡ് ചെയ്യണം. അപ്പൊ 4680 പ്ലസ് 468, 8415,148. എത്ര രൂപ ഉണ്ടാവും അവിടെ? 5148 റുപ്പീസ്. അതാ അത് ഈ 5000 രൂപ എടുത്തുകൊണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് അധികം കൂടെ പൈസ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ എത്രയുള്ളൂ? 5148. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. വരുൺ took out a loan of 25,000 rupees. വരുൺ എത്ര രൂപ എടുത്തു? 25,000 rupees എടുത്തു. From a bank which charges 11% interest. ഇൻട്രസ്റ്റ് എത്രയാണ്? 11% ആണ്. Compounded annually. അവിടെ ആ വേർഡ് എന്ത് ശ്രദ്ധിക്കണം? He paid back 10,000 rupees after 2 years. 2 വർഷം കഴിഞ്ഞപ്പോ 10,000 റുപ്പീസ് തിരിച്ചടച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടില്ല, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. 2 വർഷത്തേക്ക് നമ്മൾ കാണുക. തിരിച്ചടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിത്ഡ്രോ ചെയ്യണമെങ്കിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ ആൻസറിൽ നിന്നും ആ എമൗണ്ട് അങ്ങ് മൈനസ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ളത് ചെയ്യുന്നത് റിമൈനിങ് എമൗണ്ട് വെച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഹൗ മച്ച് ഷുഡ് ഹി പേ ആഫ്റ്റർ 1 more year? ഒരു വർഷം കൂടെ അവിടെ കിടന്നു. ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ വരുൺ എത്ര രൂപ വേണം ഈ ലോൺ സെറ്റിൽ ചെയ്യാൻ? അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. വരുൺ took out a loan of 25,000 rupees. P is equal to 25,000. Which charges 11% interest. Interest rate 11%. He after 2 years, number of years എന്ന് പറയുന്നത് 2 വർഷമാണ്. 2 വർഷം കഴിഞ്ഞപ്പോഴാണ് വരുൺ എത്ര രൂപ തിരിച്ചടച്ചത്? 10,000 തിരിച്ചടച്ചത്. അപ്പൊ 2 വർഷം കഴിഞ്ഞാൽ ഈ 25,000 എന്നത് എത്രയാവും? നമ്മൾ ആദ്യം അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുണ്ട് കോമ്പൗണ്ടഡ് ആനുവലി. എന്നാ നമ്മളെ ഇക്വേഷൻ എന്താണ്? A is equal to P into 1 plus R by 100 raised to n. എല്ലാവരും കാണാതെ പഠിച്ചിരിക്കണേ. പിന്നെ കാണുന്നത് ബബ പറയരുത്, ഇതിപ്പോ തന്നെ പഠിച്ചോളാം. എത്ര ക്വസ്റ്റ്യൻ ആയി ചെയ്യുന്നു? 1 plus 11 by 100 raised to 2 അല്ലേ? എന്താ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്? 25,000 into 1 എന്താ ചെയ്യേണ്ടത്? 100 by 100 ശരിയല്ലേ? പ്ലസ് 11 by 100 raised to 2 എന്താ ചെയ്യാ? 25,000 into 100 plus 11 111 by 100 raised to 2 അല്ലേ വരാം? അപ്പൊ എന്താ ചെയ്യേണ്ടത്? 25,000 into 111 into 111 into അല്ലേ by 100 into 100 അല്ലേ? ഇതാണ് ചെയ്യേണ്ടത്. ഇനി അപ്പൊ നമുക്ക് 2 0 കട്ട് ചെയ്യാം. ഈ ഒരു 0 കട്ട് ചെയ്യാം. Then 111 into 111 1 1 1 1 1 1 1 1 1 oh 1 1 11 2 3 2 1 തന്നെയാണോ എന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ, ശരിയാണോ എന്നുള്ളത്. One 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 into 111 equals 1 2 3 2 1 correct ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 1 2 3 2 1നെ again എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 25 ഇവിടെ ബാക്കിയുണ്ട് അല്ലെ? 25 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ 25.
into 25. 5 ones are 5. നിങ്ങൾക്ക് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. 1 2 3 2 1 into 25 അല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ ചരിച്ച് എഴുതാൻ നമുക്ക് പ്രയാസം ഉണ്ടാവും അല്ലെ. 1 5s are 5, 5 2s are 10, ബാക്കി 1, 5 3s are 15 plus 1 16, ബാക്കി 1, 5 2s are 10, ബാക്കി 1, 5 1s are 5 plus 1 6, 2 1s are 2, 2 2s are 4, 3 2s are 6, 2 2s are 4, 5 2 0 7 0 3 0 7 0 2 5. നോക്കട്ടെ കേട്ടോ തന്നെയാണോന്ന്. 3 0 അയ്യോ 7 അല്ലല്ലോ 8 ആണല്ലോ. പെൻസിൽ അവിടെ തെറ്റിപ്പോയി. ഇവിടെ 1 ഉണ്ടാവും കേട്ടോ, ഇവിടെ 1 ഉണ്ടാവും. അപ്പോൾ ഇവിടെ 8 വരും. മനസ്സിലായോ? 3 0 8 0 2 5 ആണ്. നിങ്ങൾ ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് മിസ് പറയുന്നത് അതാണ്. 3 0 8 0 2 5 ബൈ ഒരു 10 ഉണ്ട് അല്ലേ, 10 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 3 0 8 0 2 5 എന്തോ ഒന്നും ചെയ്യാം. ബാങ്കുവിളി ഒന്നും നീ കേക്കില്ല നന്ദൂട്ടാ, മറ്റു ബാങ്കുവിളി എടുക്കാൻ കഴിയും. അപ്പൊ നമുക്ക് 3 0 8 0 2.5 ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് 0.5 അതിന് റൗണ്ട് ചെയ്തിട്ട് 3 0 8 0 3 നോക്കാം കേട്ടോ മിസ്. പിന്നെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ പല രീതി മാറ്റി മാറ്റി ചെയ്യുമ്പോൾ എമൗണ്ട് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. മിസ് ഇത് കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 30,803 ആണ് നമുക്ക് കിട്ടുക. ഇപ്പോ 2 വർഷം കഴിഞ്ഞത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ വരുൺ എന്ത് ചെയ്തു? 10,000 rupees തിരിച്ചടച്ചു അല്ലെ. അപ്പൊ എത്രയാണ് പേ ചെയ്തത്? എമൗണ്ട് പെയ്ഡ് അല്ലെ. എമൗണ്ട് പെയ്ഡ് ആഫ്റ്റർ 2 years. 2 വർഷം കഴിഞ്ഞപ്പോ തിരിച്ചടച്ച 10,000 rupees ആണ് അല്ലെ. ഈ ബാലൻസ് എത്ര ഉണ്ടാവും? 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാല് ബാലൻസ് എത്ര രൂപ ഉണ്ടാവും കാണാൻ എന്ത് ചെയ്യണം? 30,803 നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 10,000 മൈനസ് ചെയ്യണം. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും? 20,803 ഉണ്ടാവും അല്ലെ. ഈ 2 വർഷം കഴിഞ്ഞിട്ട് വരുൺ ഫുൾ പൈസ അടച്ചില്ല. 1 വർഷം കൂടി ഈ എമൗണ്ട് അവിടെ കിടന്നു. എത്ര എമൗണ്ട്? അപ്പൊ പി എത്ര അവിടെ കിടന്നത്? 20,803. ഈ എമൗണ്ട് അവിടെ തന്നെ കിടന്നു. 1 വർഷവും കൂടി കഴിഞ്ഞിട്ട് വരുൺ ബാങ്കിൽ ചെന്നപ്പോ എത്ര രൂപ ഇനി അടയ്ക്കണം? ടു സെറ്റിൽ ദ ലോൺ സെറ്റിൽ ചെയ്യാൻ പോയതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഇക്വേഷൻ I is equal to PNR. 1 വർഷത്തേക്കാവുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. P 20,803. നമ്പർ ഓഫ് ഇയേഴ്സ് 1 അല്ലേ. റേറ്റ് എന്ന് പറയുന്നത് 11. അപ്പൊ എന്ത് ചെയ്യണം? 20,803 into 11 ചെയ്യണം. 30,802 അല്ലേ. 30 ശ്രദ്ധിച്ച് ചെയ്യണേ. 802 33882 ഇത്ര വരിക. 22 ഞാൻ എഴുതാം. 22,8833 ആണ് കിട്ടുക. ബൈ 100 അല്ലേ. അപ്പോ 2 ഡിജിറ്റ് നീക്കി പോയിന്റ് ഇടണം. അപ്പൊ എത്ര ഉണ്ടാവും? 2288.33 ഉണ്ടാവും. അപ്പൊ 50യിലേക്കാളും 50 പൈസയിലും കുറവാണ്. 33 പൈസയിലുള്ളൂ. അപ്പൊ നമുക്ക് ഇതങ്ങ് ഒഴിവാക്കാം. അപ്പൊ എത്രയാണ് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടത്? 2,218. ഇത് മാത്രം അടച്ചാൽ മതിയോ? അതുപോലെ ഇത് ഇൻട്രസ്റ്റ് ആണ്. ഇത് അടയ്ക്കണ്ടേ? അത് അടയ്ക്കണ്ടേ? അപ്പൊ എമൗണ്ട് he have to pay. എത്ര എമൗണ്ട് അടയ്ക്കണം? to pay to settle the loan എന്നും കൂടെ എഴുതണം കേട്ടോ അവിടെ. അപ്പൊ എത്ര അടയ്ക്കണം? 20,803 പ്ലസ് 2,288. അപ്പൊ എത്ര അടയ്ക്കണം? 23,091. നമുക്ക് ഇതിന്റെ ആൻസർ ഞാനിവിടെ വലുതാക്കി എഴുതാം. 23,090. ഇത്ര രൂപയും കൂടെ അദ്ദേഹം വീണ്ടും അടയ്ക്കണം. 23,091 rupees കൂടി അടയ്ക്കണം. മനസ്സിലായോ എങ്ങനെ ചെയ്യാനുള്ളത്?
2 വർഷത്തേക്കുള്ള നമ്മൾ കണ്ടുപിടിക്കുക. 2 വർഷത്തേക്ക് കണ്ടുപിടിച്ചിട്ട് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയാലും നമ്മൾ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യണം. കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം 10,000 അടച്ചല്ലോ, ആ 10,000 ആയിട്ട് മൈനസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ബാലൻസ് എമൗണ്ട് കിട്ടും. അതാണ് ഈ ബാലൻസ്. ഇനി 1 വർഷം കൂടി വേണ്ടല്ലോ. പിന്നെ 2 വർഷമാണ് പറയുന്നതെങ്കിൽ ഇതേ ഇക്വേഷൻ ഉപയോഗിക്കണം. പക്ഷെ 1 വർഷമായതുകൊണ്ട് നമുക്ക് I=PNR ഉപയോഗിച്ചിട്ട് I കണ്ടുപിടിക്കാം. ആ ഐയും ഈ പിയും കൂടെ ആഡ് ചെയ്ത എമൗണ്ട് ആണ് അദ്ദേഹം പേ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? പിന്നെ നമുക്ക് വേറെ മെത്തേഡ് എടുക്കാനുള്ളത് ഹാഫ് ഇയർലി, ക്വാർട്ടർലി എന്നൊക്കെ പണ്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. മിസ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. തൽക്കാലം ഞാനിത് സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മിസ്സിന്റെ കോൺടാക്ട് നമ്പർ, വാട്സപ്പ് നമ്പർ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങളത് എടുത്തിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങളൊക്കെ സ്കൂളിൽ തന്നെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്സിനെ കോൺടാക്ട് ചെയ്യരുത്. അത് സ്കൂളിൽ തന്നെയൊക്കെ നിങ്ങൾ തനിയെ ചെയ്യാം കേട്ടോ. മിസ് ഇപ്പം എടുത്ത പ്രോബ്ലത്തിൽ ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. വാട്സപ്പ് മെസ്സേജ്, വോയിസ് മെസ്സേജോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടാവും മിസ് വിചാരിക്കുന്ന. മിസ്സിന് അറിയില്ല, കുട്ടികളെ അറിയും. പക്ഷെ നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ടാവും, പഠിക്കുമെന്നാണ് മിസ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തിരക്കുകൾക്കിടയിൽ കൂടി നിങ്ങൾക്ക് വേണ്ടി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. മനസ്സിലായോ? നന്നായിട്ട് പഠിക്കുക. പഠിക്കൽ എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. മരിക്കുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇത് പറയുമ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ കാണിക്കുക. നിങ്ങളങ്ങനെ കാണിക്കണ്ട. അതിൻ്റെ ഓൻ പറയാണ് അമ്മ അങ്ങനെ കാണിക്കുക. കളിയാക്കാണ്. മനസ്സിലായില്ലേ? അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ജോലി കിട്ടുന്നവരെയെങ്കിലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ബൈ.